മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇതുവരെ നിരത്തിയ വാദങ്ങളും ന്യായങ്ങളുമൊക്കെ പൊളിഞ്ഞടുങ്ങുകയാണ്. ഒടുവിൽ CPMനെയും മുഖ്യമന്ത്രിയെയും മകളെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കർണാടക ഹൈക്കോടതിയുടെ നിർണായകമായ വിധി ചർച്ചയാവുകയാണ്. SFIO കേസ് ഏറ്റെടുത്തതിൽ പ്രശ്നങ്ങളില്ല. വീണയുടെയും CPMന്റെയും വാദങ്ങൾ തള്ളി വിധി വന്നതോടെ CPM ക്യാമ്പ് ശോകമൂകമായിരിക്കുകയാണ്. CMRL എക്സാലോജിക മാസപ്പടി ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെയും CPMന്റെയും വാദങ്ങൾ തള്ളി കർണാടക ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെയാണ് CPMന്റെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ നിർജീവമായി മാറിയിരിക്കുന്നത്. അന്വേഷണം റദ്ദാക്കാൻ വീണ ഉന്നയിച്ച വാദങ്ങൾ സ്വീകാര്യമല്ലെന്ന് വ്യക്തമാക്കിയ കോടതി കേസ് SFIO ഏറ്റെടുത്തതിൽ നിയമപ്രശ്നങ്ങളില്ലെന്നും വ്യക്തമാക്കി. വീണയുടെ ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് വിധിയിലാണ് നിർണായകമായ നിരീക്ഷണങ്ങൾ. സേവനങ്ങളൊന്നും നൽകാതെ കരിമണൽ സംസ്കരണ കമ്പനിയായ CMRLൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഡയറക്ടറായ എക്സാലോജിക്ക് 1.25 കോടിയോളം രൂപ കൈപ്പറ്റിയതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് കോടതി ശരിവച്ചത്. കമ്പനി കാര്യ നിയമത്തിലെ 210 വകുപ്പനുസരിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തിയ കേസിൽ ഇതേ നിയമത്തിലെ 212 വകുപ്പനുസരിച്ച് SFIO അന്വേഷണം നിയമവിരുദ്ധമാണെന്ന വീണയുടെ വാദമാണ് കോടതി തള്ളിയത്. ROCയിൽ നിന്ന് SFIO കേസ് ഏറ്റെടുത്തത് നിലവിലുള്ള നിയമപ്രകാരമാണെന്ന് കോടതി വിധിയിൽ വ്യക്തമാക്കി. അന്വേഷണം റദ്ദാക്കേണ്ടതോ വിലക്കേണ്ടതോ ആയ സാഹചര്യം നിലവിലില്ലെന്ന് എടുത്തു പറഞ്ഞ ജഡ്ജി M നാഗപ്രസന്ന കേസിന്റെ ഉള്ളടക്കത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ലെന്ന് വ്യക്തമാക്കി. സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കാൻ SFIO ചുമതലപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ നടപടിയെ തടയാനാകില്ലെന്നും വിധിയിലുണ്ട്. വിധിയുടെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ SFIOയ്ക്ക് മുൻപിലുണ്ടായിരുന്ന തടസ്സം നീങ്ങി. അതേസമയം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയോ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നതിനാൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതികളെ സമീപിക്കുന്നതടക്കമുള്ള നിയമവഴികൾ വീണയ്ക്കും എക്സാലോജിക്കിനും മുന്നിലുണ്ട്.